അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയർ എവർ യു ഗോ എന്ന് പറഞ്ഞ
അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ഓൺലൈനിലെ ആൾക്കാർ ഒത്തിരി സാധനം മേടിക്കും. ഞാനും കുറേ മേടിക്കുന്നുണ്ട്. ഞാൻ മേടിക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ മേടിക്കണത്. ഇപ്പം കുറേ ചെടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്താൽ നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ചെടികൾ എനിക്ക് കാണുമ്പോൾ അതിൻ്റെ കുരുക്ക്, അതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കും ഓൺലൈനിൽ. ഈ ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ബനിയൻ, ഷൂസ്, അതെല്ലാം സാധനം ഓൺലൈനിൽ മേടിക്കത്തുള്ളവർ. അപ്പോൾ അവർക്ക് ഇത് നല്ല മരിങ്ങാണ്. അവർ ഓഫറുള്ള സമയം അറിയാം. അവർ ചില ആൾക്കാർ രാത്രി 12 മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും. തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു ദിവസം ഇന്ന് രാത്രി 1 മണിക്കൂർ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ 900 രൂപയുടെ ഷർട്ട് ചിലപ്പോൾ അവർ 90 രൂപക്ക് മേടിക്കും. ഓഫറാണത്. അപ്പോൾ നമുക്ക് സ്ഥാപന ജൈവ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത്, വിജിലൻ്റായിട്ട് ഷാർപ്പോട് കൂടി. പക്ഷെ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ തന്നിട്ടുണ്ടെന്നറിയാവുക. ഈ ഈഗർനെസ് നമ്മൾ ഒരു കർത്താവ് നൽകിയ ഓഫർ. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഓർക്കണില്ലേ, ഞാൻ നിൻ്റെ മുഖത്ത് അപ്പോൾ സങ്കീർത്തനം 32:8 എന്താ പറയുന്നത്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ വേണ്ടത്. ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണ അങ്ങോട്ട് നമുക്ക് നേരെ പോണതിന് പകരം നമ്മൾ വേറെ വഴിക്ക് പോയാൽ വല്ലയിടത്തും എത്തുക. ഉപദേശം പ്രധാനപ്പെട്ടതാണ്. നീ എന്നെ ഉപദേശിക്കേണ്ടതൊക്കെ പറയണില്ല, മണ്ടത്തരമാണ്. ആൾക്കാർക്ക് ഏറ്റവും പ്രഷ്യസ് ഉപദേശമാണ് വേണ്ടത്. അപ്പം എന്താണ് കാര്യം? നീ നടക്കേണ്ട വഴിയാണ്. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് ഓഫറാണത് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കർത്താവ് സൂചന തരും. അതിനകത്താന്നും പറഞ്ഞ് ഞങ്ങൾ കൈ നീട്ടി ചെല്ലരുത്. കർത്താവിന് തോന്നണം നിനക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന്. പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷേ എല്ലാം ലളിതമല്ലെന്ന്. എന്താ കാര്യം? നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആ പ്രോസസ്സിലൂടെ പോകണം. ഇപ്പോൾ ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ല കൊണ്ടുപോയത്. അനുഭവിലൊക്കെ വിട്ട് പരീക്ഷിച്ചൊക്കെ എടുത്തിട്ടാണ് ആ പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളുണ്ടാക്കണമല്ല, കുറച്ച് ദൈവം തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ വിശ്വസ്തതയാണ്. ഇപ്പോൾ എൻ്റെ നിർമ്മലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മനുഷ്യന്മാരെപ്പോലെ തന്നെ നമ്മൾ കാറുകയും പോവുകയും ചെയ്തെവിടേക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇല്ലേ, കടലോരത്തെ ആൾക്കാരൊക്കെ, കടലോരത്ത് ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരൊക്കെ മരിപ്പൊക്കെ വരികയാണെങ്കിൽ അവർ ഞങ്ങളുടെ ആൾക്കാർ സ്വരത്ത് നിലവിളിക്കും. നിലവിളിക്കല്ലേ? നിലവിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് ആൾക്കാർ തോന്നും. അപ്പോൾ അവൻ നിലവിളിക്കേണ്ടതാണെന്നുള്ള ആ ഇമോഷണൽ സെറ്റപ്പിൽ. പക്ഷേ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മരിപ്പ് എത്ര ഇൻറ്റിമസി ഉള്ളവരാരും അവർ നിലവിളിക്കാൻ നമ്മൾ കാണത്തില്ല. അതെന്താ സംഭവം? ദുഃഖമില്ലായിട്ടാണ് അവർക്ക്. കഠോരമായ ദുഃഖം ഉണ്ടാകും ചിലപ്പോൾ. പക്ഷെ അവർ നിലവിളിച്ച് അങ്ങനെ ശീലിച്ചിട്ടില്ല. നിലവിളി ആരും പ്രതീക്ഷിക്കണില്ല. സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അവരുടെ ആ സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങനെ നിൽക്കുക, ഞങ്ങളടിച്ചൊക്കെ നിൽക്കുകയുള്ളൂ.
അങ്ങനെ കാർക്കൂവി നിലവിളിക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ നിലവിളി പ്രതീക്ഷിക്കുന്നുണ്ട് സമൂഹം, അപ്പോൾ അവരെ ലാവിഷായിട്ട് നിലവിളിക്കോളാം. അപ്പം ഞാനിങ്ങനെ ആരെ ആക്ഷേപം സംസാരിക്കുകയല്ല, ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാർ വിഷയത്തിൽ വരുന്നത്. ഇത് തന്നെ ആധ്യാത്മികതയിലും അതുപോലെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ഡീലിങ്സിൽ പലപ്പോഴും ചില ആൾക്കാർ, ഞാനെപ്പോഴും ഈ പരിശുദ്ധ അമ്മേനെയാണ് അമ്മ എന്ത് ചെയ്യുന്നതെന്ന് നോക്കത്തുള്ളൂ. അമ്മയുടെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അമ്മ ഇങ്ങനെ, അമ്മയും ഈശോയും ഒരേ ടൈപ്പാണ്. എന്താ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു. രോമം കത്തിക്കുന്ന ശാന്തനായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ആ മൂകനായിരുന്നൊക്കെ പറയുമ്പോൾ വിഷയത്തിൽ ഒരു ഇമോഷണൽ ലെവല് കൺട്രോൾഡാണ് ശരിക്കും പറഞ്ഞത്. ചില സ്ഥലത്ത് ഇമോഷണൽ ലെവല് അത്ര കൺട്രോൾഡല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് സർക്കംസ്റ്റൻസ് അനുസരിച്ചാണ്. ഇപ്പോൾ മാതാവാണെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സമയത്തായാലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയാതെ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ സൈലൻസർ വെച്ച് കളയും. ഇപ്പോൾ ചില വണ്ടിയില്ലേ, ചില പോലീസ് വണ്ടിക്കൊക്കെ ഭയങ്കര സ്വരം, പക്ഷെ അത് വന്നെ അറിയത്തില്ല. അതേസമയം ചില പിള്ളേർ സൈലൻസറെ ബേഡ് കുത്തി കയറ്റി ഭയങ്കര സ്വരം ഇട്ടിട്ട് പോകണ കാണാം. അപ്പം അത് വെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണത്, ഓരോരുത്തരുടെ രീതിയാണത് അത് വരണത്. ഞാനെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ട് ചില വിഷയത്തിൽ. ഇമോഷണൽ മച്യൂരിറ്റി, ആ ഇമോഷണൽ മച്യൂരിറ്റി ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ റാഷായിട്ടൊക്കെ ഇടപെടത്തില്ലേ. അപ്പം അത് ജില്ലയ്ക്ക്, മലയാളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇമോഷണൽ മച്യൂരിറ്റിയുടെ വ്യത്യാസം, ഒരു ഇക്യു എന്നൊക്കെ പറയുന്ന ഇമോഷണൽ കോൺഷ്യസ് ഒക്കെ വ്യത്യാസമുണ്ട് ഭയങ്കര. ചില സ്ഥലങ്ങളിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കത്തുള്ളൂ, ചില ആൾക്കാർ നിസ്സാര കാര്യം പോലും അലറിക്കൂവിയെ സംസാരിക്കത്തുള്ളൂ. ഓരോരുത്തരുടെ രീതികളാണ്. അപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പലപ്പോഴും അലറിക്കൂവി നിലവിളിച്ചിട്ട് എന്നെക്കാളുപരി ശാന്തത കീപ്പ് ചെയ്യുന്നതാണ് നൊബിലിറ്റി എന്ന് പറയണത്. ശാന്തത കീപ്പ് ചെയ്യുന്ന നൊബിലിറ്റി എന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്മിസീവ് മൈൻഡ്, ദൈവഹിതത്തിന് നമ്മൾ ശാന്തമായി സബ്മിസീവായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, അവർ നിന്നറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ഇട്ടാണ് ജീവിക്കണത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യണത്, ഇനി ഞാനിവിടെ ദൈവത്തിന് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ. അറിവുകേട് കൊണ്ട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കണത്? മനസ്സിലായില്ലേ? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി ക്ഷമ മേടിക്കണത്? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ല. ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതിരിക്കണമല്ല പ്രശ്നം, ദൈവത്തെ പല കാര്യങ്ങൾക്ക് അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം. ഓ, ദൈവം അങ്ങനെ ചെയ്യുക, ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കുമല്ല. അതാ ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല. ദൈവത്തെ എടുക്കാൻ വരുമ്പോൾ എന്താ പറഞ്ഞാൽ, ഈ പൗലോസ് പറഞ്ഞിട്ടില്ലേ സ്നേഹമെല്ലാം വിശ്വസിക്കണമെന്ന്. അപ്പം നീ ദൈവത്തെ അവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീ വേണ്ട വിധത്തിൽ മാനിക്കണില്ല എന്നുള്ള രീതി വരും. അപ്പം അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടായാലും ദൈവമായിട്ട് വേണം അതിനെ ടാലിയാക്കാൻ. പലപ്പോഴും നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന പല വിഷയങ്ങളും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മൾ വിലയിരുത്തണില്ല. അത് നമ്മുടെ വിഷയത്തിലാണ് വിലയിരുത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ബ്രാൻഡഡ് ഡൗണായി മാറും ഇത് വരുന്നത്. ഇൻറ്റിമസിക്ക് പ്രാധാന്യം കൊടുക്കണം. ഓരോ വിഷയവും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതം ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻറ്റിമസിയിലേക്കാണ് വരണത്. അതാണ് ഈശോ പറയണത്, എനിക്ക് നിങ്ങളെ അറിയാമെന്നൊക്കെ പറയത്തില്ലേ, മോസസിനോടൊക്കെ പറയുന്നില്ലേ, അത് ഭയങ്കര വാക്കാണേ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും
നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് സംഭവം. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല. കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെൻറ്റിൽ നിന്നാണ് വരണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയണത്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നല്ലേ, ഓരോ വിഷയത്തിലൂടെ വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിരുസന്നിധി വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ 10-30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് വരണം. നിങ്ങൾ ഒരു 30 വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിൽ പക്വതയുള്ള പൗരനായിട്ട് വരണം. 30 വയസ്സാണ്. അതിനുള്ളിൽ നീ ഇത് ലെവലിൽ വരാൻ നോക്കണം. കർത്താവ് പരസ്യജീവിതം തുടങ്ങുന്നതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ 30 വയസ്സിലല്ലേ. 30 വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈ ഇൻറ്റിമസിയുടെ ടൈമാണത്. അപ്പം അതൊന്ന് എല്ലാ കാര്യവും ഇൻറ്റിമസി വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സെബി. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസം 2024 അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്കൊരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ OET എഴുതിയെങ്കിലും എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിൻ്റെ വിസിറ്റിംഗ് വിസയെ കൊണ്ടുവന്നാണേലും നമുക്കിവിടെ ജോലി അന്വേഷിക്കാമെന്ന്. എനിക്കറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോയി ജോലി അന്വേഷിക്കുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സമയമായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചത്, അമ്മേ എനിക്ക് കുവൈറ്റിലൊരു ഗവൺമെൻറ് ജോലി കിട്ടണം, എങ്കിലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അവിടെ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന നിയോഗം ഇതാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നീ കുവൈറ്റിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെങ്കിലും നല്ല സാലറിയിൽ ജോലി കിട്ടാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നതാ, അമ്മ മാതാവ് എനിക്കത് തരൂ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ലിങ്ക് ഉണ്ട്, നീ ആ ലിങ്കിൽ അപ്ലൈ ചെയ്യുക, നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യുക, അവർക്ക് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് അവർ മെയിൽ അയക്കും, ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെയിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മാർച്ച് 15 അവരെനിക്ക് മെയിൽ അയച്ചു, മാർച്ച് 17 നിനക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് സന്തോഷമായി, അതിലേറെ ടെൻഷനുമായി. കാരണം ഇപ്പം ഓൺലൈൻ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാർച്ച് 17 സൂം ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ റൂമിലിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു, നാവിൽ കുരിശ് വരച്ചു, ഉടമ്പടി ഉപ്പെടുത്ത് ഇച്ചിരി കഴിച്ചു. എന്നിട്ട് കൊന്ത ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഇരിക്കുകയാണ് അവരെൻ്റെ പേര് വിളിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ വിശ്വാസ പ്രമാണവും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് വായിച്ചേക്കാം, സമയമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്തൊരു ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിൽ നിന്ന് ഞാനൊരു 3 കണ്ടീഷൻസ് വായിച്ചു. കൂടുതലൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ പിന്നെ ആ ബുക്ക് അടച്ചു വെച്ച് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മയ്ക്കറിയാമല്ലോ, എനിക്ക് എന്നെ ആൻസർ അറിയാമെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ അമ്മ ആ ഇൻ്റർവ്യൂവറിനോട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് അവർ വിളിച്ചു. ചിരിച്ചുകൊണ്ട് അവരെന്നോട് സംസാരിച്ചു. എൻ്റെ ടെൻഷൻ കുറച്ച് കുറഞ്ഞു. അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. ആ ക്വസ്റ്റ്യൻ ഞാൻ അപ്പോൾ ആ ബുക്കിൽ 3 കണ്ടീഷൻസ് വായിച്ചതിൽ ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നീ ഇൻ്റർവ്യൂ പാസ്സായി, 2 ആഴ്ചയ്ക്കുള്ളിൽ നിനക്ക് ഓഫർ ലെറ്റർ കിട്ടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഓഫർ ലെറ്റർ വരുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞു. എനിക്ക് വിഷമമായി. അവർ ഓറലി എന്നോട് സെലക്റ്റഡ് എന്ന് പറഞ്ഞു. പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയാലല്ലേ ഒഫീഷ്യലി നമുക്ക് ആ ജോലി കിട്ടിയെന്നുള്ളതാവുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പുതുക്കാൻ വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കണേന്ന്.
അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വന്നു, സന്തോഷമായി. ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോഴേ എല്ലാവരും പോയി മെഡിക്കൽ ചെയ്യുക. അപ്പം ഞാനും പോയി മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കൽ ഫിറ്റും അല്ല അൺഫിറ്റും അല്ല. അവരെന്നോട് പറഞ്ഞു റിപ്പീറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മെഡിക്കലിൽ ചെസ്റ്റ് എക്സ്റേയിൽ ഡസ്റ്റ് അലർജി ഉണ്ടെന്ന്. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അലർജി വന്നിട്ടില്ല, അത് നിങ്ങൾ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ വേറെ സെൻറ്ററിൽ പോയി ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് ആകെ സങ്കടമായി. മെഡിക്കലെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനായി, എക്സ്റേ എന്ന് ഓർക്കുമ്പോൾ പേടിയായി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു മെയിൽ വന്നു, മാർച്ചിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരാരും ഇപ്പം മെഡിക്കൽ ചെയ്യണ്ടെന്ന്. കുറച്ച് നാളത്തേക്ക് എനിക്ക് സന്തോഷമായി, എങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മെഡിക്കലെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. പിന്നെ ഈ പേപ്പറുകളൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ വീണ്ടും എനിക്ക് സെപ്റ്റംബർ 13 ഉടമ്പടി പുതുക്കാനുള്ള സമയമായി. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ ഇന്ന് സെപ്റ്റംബർ 13, സെപ്റ്റംബർ 18 എന്നോട് അവർ പറയണം നീ മെഡിക്കൽ ചെയ്തോ, നിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങുവാന്ന് അവരെന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ മാതാവേ, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയായ സാക്ഷിയാക്കി ഉയർത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വ്യാഴാഴ്ച രാവിലെ ആയി, അപ്പോൾ ഒന്നും അനങ്ങുന്നില്ല. വ്യാഴാഴ്ച ഉച്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു മിനിസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഫോൺ വരുന്നുണ്ട്, ഹസ്ബൻഡുമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി പേപ്പർ സബ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു പോയി മെഡിക്കൽ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല, വിസ പ്രോസസ്സിങ് തുടങ്ങിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മെഡിക്കൽ ഫിറ്റാക്കണമെന്നായിരുന്നു. അമ്മ മാതാവേ, ക്യാൻസർ രോഗികളെ വരെ അമ്മ സുഖപ്പെടുത്തുന്നു, അമ്മ എന്നെ ഒന്ന് നോക്കണേ. ഈ മെഡിക്കൽ എൻ്റെ ഫിറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി ഇവിടെ ഉപേക്ഷിക്കുക എന്നേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് മിനിസ്ട്രിയുടെ, ഒരു ഏജൻസികളോ ഒന്നുമില്ല. അതുകൊണ്ട് അമ്മ മാതാവേ, അമ്മ എന്നെ മെഡിക്കൽ ഫിറ്റാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോയി മെഡിക്കൽ ചെയ്തു. എക്സ്റേ എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ അവിടെ ഇച്ചിരി ഉടമ്പടി ഉപ്പെടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വെച്ചു. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി, ഈ എക്സ്റേക്കൊക്കെ വേണ്ടി വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കുരിശ്, എക്സ്റേ മെഷീനിൽ ഒരു കുരിശ് വരച്ചു, മെഡിക്കൽ എടുത്തു, തിരിച്ചു പോയി. ഉച്ചയായപ്പോഴത്തേക്ക് റിപ്പോർട്ട് വന്നു, മെഡിക്കൽ ഫിറ്റായി. എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ അടുത്ത നിയോഗം ഞാൻ വെച്ചത്, ഞാൻ സെപ്റ്റംബർ 13 ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നവംബർ 13 ആകുമ്പോൾ എൻ്റെ ഉടമ്പടി തീരുക. അപ്പം നവംബർ 12 എന്നുള്ള ഡേറ്റ് എൻ്റെ മനസ്സിൽ വരുക. അപ്പം ഞാൻ വെച്ചു, അമ്മ മാതാവേ, നവംബർ 12 എൻ്റെ വിസ എനിക്ക് കിട്ടണം. ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ 13 എൻ്റെ ഉടമ്പടി തീരുവാന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നവംബർ 12 അനങ്ങുന്നില്ല. എനിക്ക് വിഷമമായി. ഞാൻ ഓർത്തു, അമ്മേ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എല്ലാവരോടും പറഞ്ഞു കുഴപ്പമില്ല, നവംബർ 12 എന്നൊരു ദിവസമുണ്ട് എൻ്റെ വിസ വരും, എല്ലാം ശരിയാകുമെന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നവരോട് പറഞ്ഞു. എന്നിട്ടും ഇത് അനങ്ങുന്നില്ല. അത് കഴിഞ്ഞ് ദിവസം പോയി. നവംബർ 19 ആയി. എൻ്റെ വിസ വന്നു. വിസയിൽ ഇഷ്യൂ ചെയ്തേക്കുന്ന ഡേറ്റ് 12/11/2025. അതുപോലെ തന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ മെയിൽ നേഴ്സുമാർക്ക് കുവൈറ്റിൽ ഫാമിലി വിസയുണ്ട്, ഫീമെയിൽ നേഴ്സുമാർക്കില്ല. അപ്പം ഞാൻ വെച്ച ഒരു ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ വിസയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം, അതായിരുന്നു. ഇപ്പോൾ പുതിയൊരു നിയമം വന്നു, എല്ലാ നേഴ്സുമാർക്കും 5 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് നിയമം വരെ എനിക്ക് മാറ്റിത്തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വെച്ചൊരു നിയോഗമാണ് 2025 എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന രാജ്യത്ത് എനിക്കൊരു ജോലിയോടുകൂടി പ്രവേശിക്കണമെന്നുള്ളത്. ഈ മാസം ഞാൻ കുവൈറ്റിന് പോവുകയാണ്. എനിക്ക് മിനിസ്ട്രി തന്നെ ഒരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് ചുമയാണ്, എന്ത് ഫുഡ് കഴിച്ചാലും ചുമ, ഭയങ്കര ചുമ. ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പല മരുന്നുകൾ കഴിച്ചു, ഒത്തിരി ഇൻഹെയിലേഴ്സ് എടുത്തു, ഒത്തിരി കഫ് സിറപ്പ് കുടിച്ചു, ഒരു മാറ്റവും ഇല്ല. അവസാനം ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് ഫുഡ് അലർജിയാണ്, ഈ അലർജിയുള്ള ഫുഡെല്ലാം നീ കഴിക്കാതിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് മൊത്തം ഫുഡും അലർജിയാണ്. അപ്പം എന്നിട്ട് ഡോക്ടർ എനിക്കൊരു ഇൻഹെയിലർ തന്നു, നീ ഇതെടുക്കുക, ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, നീ ഈ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മയുടെ കൂടെ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്കിപ്പം 3 വർഷമായിട്ട് ഒരു ചുമയില്ല, ഒന്നുമില്ല. ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് അവിടെ വീട് കിട്ടുന്നില്ലായിരുന്നു കുവൈറ്റിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറി ചെല്ലുന്നതുകൊണ്ട് വീട് കിട്ടാൻ ഭയങ്കര പാട്.
കിട്ടുന്നേ ഇല്ല, ഭയങ്കര റേറ്റൊക്കെയാണ് വീടിന്. അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലിട്ടു, മാതാവെ 170 KD-ക്കുള്ളിൽ ഞങ്ങൾക്കൊരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയൊരു വീട് കണ്ടു, അതിന് അവർ 190 KD പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു വൈഫിൻ്റെ വിസ വേണമെങ്കിലേ വീട് തരാൻ പറ്റത്തുള്ളെന്ന്. അപ്പം എൻ്റെ വിസ വന്നില്ലായിരുന്നു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിതിൻ പോന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം താമസം ഉണ്ടായിരുന്നു വിസ വരാൻ. വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ ആ വീട് എവിടെയുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര രൂപയ്ക്ക് ഞങ്ങൾക്ക് ഈ വീട് തരും റെൻറ്റിനെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 170 KD-ക്ക് നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. അതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള പോലെ പൈസയൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും കൊടുക്കാറുണ്ട്. പള്ളികളിലൊക്കെ ഇങ്ങനെ പേപ്പർ ഇരിക്കുന്ന കാണുവാണെങ്കിൽ അതെല്ലാം എടുത്ത് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. എവിടെയെങ്കിലും വഴിയിലൊക്കെ കിടക്കുന്ന കാണുവാണെങ്കിൽ എനിക്ക് വിഷമോ, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. കൊടുക്കുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ആത്മീയമായുള്ള വളർച്ചയെന്ന് പറയുന്നത് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പരിശുദ്ധ കുർബാനയിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കൊന്തയും ബൈബിൾ വചനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ജീവിക്കാൻ അമ്മയോട് അനുഗ്രഹം. എന്നെ അൾത്താരയിൽ നിർത്തിയ ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. എൻ്റെ പേര് ജെഫി ജോയ്. ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് വടക്കുംകരയാണ് എൻ്റെ സ്ഥലം, തൃശ്ശൂർ. ഇത് അൾത്താരയിൽ ദേവകുമാരൻ്റെയും മാതാവിൻ്റെയും മധ്യസ്ഥയാൽ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. മാതാവിൻ്റെയും ദേവകുമാരൻ്റെയും സാക്ഷ്യത്തിൽ ഞാൻ UK-യിൽ ഒരു രജിസ്ട്രാർ ജോലിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. ഞാനവിടെ ജോയിൻ ചെയ്ത പുതിയൊരു സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്നെക്കുറിച്ച് അവർക്കും അറിയില്ല. അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസും പ്രൊസീജിയേഴ്സും എല്ലാം ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനോടെല്ലാം മാതാവ് എന്നെ വളരെ സുഗമമായ രീതിയിൽ ഒരുക്കി ചേർത്തു. എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളും കൂടെ എനിക്ക് സ്കിൽസ് മാതാവ് തന്നു. അതിൽ ആദ്യം തന്നെ ഞാൻ രജിസ്ട്രാർ റോളായപ്പോൾ വെറും 450 ഗ്രാമുള്ളൊരു കുഞ്ഞിന് ഒരു രക്തധമനിയിലൊരു ലോങ് ലൈൻ ഇടാനായിരുന്നു എനിക്ക് തന്നത്. ആ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ എൻ്റെ കൺസൾട്ടൻറ്റും ഞാൻ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു അത്രയും ചെറുതുള്ള ഒരു കുഞ്ഞിനെ ഇട്ടിട്ടില്ല. എന്നാലും മാതാവിൻ്റെയും ദേവകുമാരൻ്റെയും മധ്യസ്ഥയാലും അവരുടെ ഒരു പ്രത്യേക കൃപയാലും എനിക്ക് അതൊന്ന് ഇടാൻ പറ്റി. അതുപോലെ വളരെയേറെ ഷിഫ്റ്റുകൾ എനിക്ക് എൻ്റെ ദൈവവും എൻ്റെ മാതാവും വളരെ സുഗമമാക്കി തന്നു. ഉള്ളതിൽ ഏറ്റവും സ്കിൽസ് കുറവുള്ളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്നെ പരിഗണിച്ചപ്പോൾ തക്ക സമയത്ത് ദേവകുമാരനും മാതാവിനെ ഉയർത്തി. പലരും എന്നെ പ്രശംസിച്ചു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന്. അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ MRCPSH UK തിയറി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 മാർക്കിന് ആ എക്സാം തോറ്റുപോയി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും അത് എഴുതി പാസ്സായവരാണ്. ഞാൻ അവിടെ ചെന്നു, വീണ്ടും എക്സാം അറ്റംപ്റ്റ് ചെയ്തു. എനിക്ക് ഒന്നും ഒരുങ്ങാനായിട്ടൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എക്സാമിന് ഹാളിന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തൈലം പൂശി പോയി. കമ്പ്യൂട്ടറിലെല്ലാം മാർക്ക് ചെയ്തു, തിരിച്ചു വന്നു, എക്സാം പാസ്സായി. അത്രേ എനിക്ക് അറിയുള്ളൂ. ബാക്കി ഞാനായിട്ടൊന്നും അതിൽ അധ്വാനിച്ചിട്ടില്ല. എല്ലാം എനിക്ക് കൃപയായിട്ട് ലഭിച്ചതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുപോലെ തന്നെ വീണ്ടും എനിക്ക് അവിടെ UK-യിൽ ഡ്രൈവിംഗ് എക്സാം ഉണ്ടായിരുന്നു. എൻ്റെ ഇൻസ്ട്രക്ടർക്ക് എൻ്റെ മേൽ വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം എക്സാം എഴുതാൻ പ്രാക്ടിക്കൽ കൊടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എല്ലാവരെയും തോൽപ്പിക്കുന്ന ഒരു പേര് കേട്ട ഒരു ഇൻസ്ട്രക്ടറുമായിരുന്നു എനിക്ക് കിട്ടിയത്. ആ ഇൻസ്ട്രക്ടറിൻ്റെ പേര് തന്നെ അവർ വിളിച്ചിരുന്നത് നോ ചാൻസ് നോ ലാൻസ് എന്നായിരുന്നു. ആ ഇൻസ്ട്രക്ടർ വരുന്നു, എൻ്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നു. ഇടയിൽ ഞാൻ കുറേ തെറ്റുകൾ വരുത്തി. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കയ്യിൽ നിന്ന് പോയി.
പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പുള്ളി പറഞ്ഞു, ഇല്ല പാസ്സായി, സീരിയസ് ഫോൾട്ടൊന്നും വരുത്തിയില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ഞാൻ ആ ഡ്രൈവിങ്ങിന് കയറുന്നതിന് മുൻപ് ഉപ്പിട്ട് തൈലം പൂശിയും പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഒരു കൃപയാൽ മാത്രമാണ്. കാരണം എനിക്കെതിരെ ഒരു സൈക്കിള് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു ആ സൈക്കിള്. പെട്ടെന്നായിരുന്നു ആ സൈക്കിൾ കണ്ട്, ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തി സൈഡ് കൊടുത്തു. ആ സൈക്കിളിനെ ഞാൻ ലാസ്റ്റ് നിമിഷത്തിൽ കണ്ടില്ല, വണ്ടി എടുത്തിരുന്നെങ്കിൽ അതും ഒരു സീരിയസ് ഫോൾട്ടായിട്ട് എന്നെ അവിടെ തോൽപ്പിച്ചേനെ. അതുപോലെ തന്നെ അത്ര ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു കാറ് മാതാവ് തന്നു. അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ മൊബൈലിലുള്ള ഫോട്ടോയിലാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. കാരണം വണ്ടി ഷോറൂമിൽ വരാൻ സമയമെടുത്തു. അതുപോലെ അതുവഴി എനിക്ക് ഭയങ്കര ആവശ്യക്കാരുള്ളൊരു വണ്ടിയായിരുന്നു അത്. അപ്പോൾ എനിക്ക് തന്നെയായിട്ട് മാതാവ് അത് മാറ്റി വെച്ചു. വരാൻ സമയമെടുത്തെങ്കിലും എനിക്ക് തന്നെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഒരു ഫ്ലാറ്റ് അന്വേഷിക്കുമായിരുന്നു. അവിടെയും ഞാൻ ആഗ്രഹിച്ചൊരു ഫ്ലാറ്റ് പള്ളിയുടെ അടുത്തായിട്ട് കുർബാനയ്ക്ക് പോകാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഡ്യൂട്ടിക്ക് പോകാനായിട്ടുള്ളൊരു സൗകര്യത്തിന് ഞാൻ നോക്കി. അതും എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിളിച്ച ദിവസം അവർ പറഞ്ഞു വേറെ ടെനൻസ് ബുക്ക് ചെയ്തു, ഇനി അത് വരില്ല മാർക്കറ്റിൽ. വളരെയേറെ ഫ്ലാറ്റുകൾ ഞാൻ അങ്ങനെ നോക്കിപ്പോയി കണ്ടു. എക്സ്പെഷ്യലി MRCPSH എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഒരു ഫ്ലാറ്റ് പോയി കണ്ടു. അത് ഞാൻ ആദ്യം കണ്ടു വെച്ചിരുന്ന ആ ഫ്ലാറ്റ് തന്നെയായിരുന്നു. അതെനിക്ക് ഉറപ്പില്ലായിരുന്നു അത് തന്നെയാണോ എന്ന്. മുടങ്ങിപ്പോയി ആ ഫ്ലാറ്റ് തന്നെ എനിക്ക് മാതാവ് തന്നു. അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പോലും കാത്തിരിക്കേണ്ട, അന്ന് തന്നെ അവരെനിക്ക് പറഞ്ഞു ഫ്ലാറ്റ് എടുത്തോളൂ, ലാൻഡ് ലോർഡിന് സന്തോഷമാണ് തരാനായിട്ട്. അങ്ങനെ പള്ളിയുടെ അടുത്ത് ഡെയിലി കുർബാനയ്ക്ക് പോകാനും അതുപോലെ ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ്സിനൊക്കെ പോകാനും എനിക്ക് വളരെ ഈസി ആയിട്ടൊരു ഭവനവും മാതാവ് തന്നു. അതുപോലെ തന്നെ വളരെയേറെ വിഷമകരമായ പല കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രീ ടേം ബേബീസായിട്ടും അവരുടെ മാതാപിതാക്കളായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും അതേ ഒരു നമ്മളും അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു അർത്ഥത്തിൽ ആ പാരൻസിന് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് മാതാവിൻ്റെ പത്രം വിതരണം ചെയ്യാറുണ്ട്. അവിടെ UK നടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഇട്ടിട്ട് അതിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നവർക്കെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുക്കാറുണ്ട്. സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നവർക്ക് പിറകോട്ട് നിൽക്കുന്നവർക്കെല്ലാം ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട്. ആത്മീയമായിട്ട് പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പോവും, അല്ലെങ്കിൽ ഓൺലൈൻ കുർബാന കാണും, ഉപവസിക്കും ആഴ്ചയിൽ. അതുപോലെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കറക്റ്റ് ചൊവ്വാഴ്ച തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ബുധൻ വ്യാഴത്തോടു കൂടെ ഞാൻ കണ്ടു തീർക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായനയും പേഴ്സണൽ പ്രയേഴ്സും കൂടുതലാവാനായിട്ടും എന്നെ വളരെയായിട്ടും മാതാവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം UK ഞാനിവിടെ മലയാളത്തിൽ കുമ്പസാരിച്ചിട്ട് ഇംഗ്ലീഷിൽ പോയി കുമ്പസാരിക്കാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്നെ സഹായിക്കുകയും അവിടെ അച്ഛന്മാർ കുമ്പസാരിക്കാതിരിക്കുമ്പോൾ അവരും ഹെൽപ്പ് ചെയ്ത് നന്നായിട്ട് കുമ്പസാരിക്കാനും എനിക്ക് ഈ ലാസ്റ്റ് എല്ലാ മാസങ്ങളിലും 2 ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കുമ്പസാരിക്കാനായിട്ടുള്ള അവസരവും മാതാവ് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇവിടെ വീണ്ടും ഈ അൾത്താരയിൽ നിർത്തിയതിന് ഞാൻ എൻ്റെ ഈ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ശാന്തി. ഞാൻ കോട്ടയം ആനിക്കാട് പുല്ലാങ്തേടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് 2022 നവംബർ 16 ഇത് എൻ്റെ മകള് ആതിര. അവൾ നേഴ്സിംഗ് പഠനമായിരുന്നു. അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു പരീക്ഷയാകുമ്പോഴത്തേക്കും. എന്നും വിളിച്ച് അവൾ പറയുമായിരുന്നു, അമ്മേ എനിക്ക് പേടിയാണ്, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈശോയും അമ്മ മാതാവും കൊച്ചിൻ്റെ കൂടെയുണ്ട്. പരീക്ഷയാകുമ്പോൾ കൊച്ചിൻ്റെ കൈ പിടിച്ച് ഈശോയും അമ്മയും എഴുതിക്കും. കൊച്ചിൻ്റെ പരീക്ഷ പേപ്പർ ഈശോയും അമ്മയുമാണ് മാർക്കിട്ട് തരുന്നത്. കൊച്ചൊന്നും ഭയപ്പെടണ്ട, അമ്മ ഉടമ്പടിയിലല്ലേ എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തുറക്കുകയും ഇരുമ്പോടകൾ ഒടിക്കുകയും ചെയ്യും.
ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എന്നും ഇത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ ഞാൻ പറയും. അവൾക്കത് ഇഷ്ടമായിരുന്നു. സന്തോഷമാകും, പിന്നെ ധൈര്യമാകും. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. നല്ല റിസൾട്ടാണ് അമ്മയും ഈശോയും കൂടെ അവൾക്ക് തന്ന് ഞങ്ങൾ രക്ഷിച്ചത്. അതിന് 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത് ഞങ്ങൾക്ക് വീടും സ്ഥലവും വഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞു ഇടവഴിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 10-15 കൊല്ലമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് വഴി സൗകര്യമുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും മാറണം. ഞങ്ങളുടെ ഓണറിൻ്റെ പറമ്പിൻ്റെ അതിരയിലാണ് ഞങ്ങളുടെ സ്ഥലം. ഇതാരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പം ഞങ്ങൾ ഓണറിനോട് പറഞ്ഞു, ഈ സ്ഥലം എടുത്തിട്ട് ഞങ്ങൾക്ക് കാശ് തരണം. അവരെന്ത് ചെയ്താൽ അത് സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനം ഉപ്പ് പെരയ്ക്ക് ചുറ്റുമിട്ട് എന്നും വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. പിന്നെ കാശുരുവം കൊണ്ട് കുഴിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓണറുടെ പറമ്പിലും കൊണ്ട് കൃപാസനം ഉപ്പും മാതാവിൻ്റെ കാശുരുവം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരങ്ങനെ സമ്മതിച്ചു, തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 സെൻറ്റ് സ്ഥലമേ തരുള്ളൂ, അതിനുള്ള കാശേ തരുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 10 സെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 9 സെൻറ്റ് സ്ഥലം, നല്ല വഴി സൈഡ് റോഡ്, വണ്ടി ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വരും. അങ്ങനെയുള്ള സ്ഥലം വാങ്ങിക്കാനുള്ള അനുഗ്രഹം ഈശോയും അമ്മ മാതാവും ഞങ്ങൾക്ക് തന്നു. അവിടെ എന്നും പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടിയിട്ട്. ഞാൻ 2 സ്ഥലം ഉണ്ടായിരുന്നു. അത് താഴത്തെ സ്ഥലത്തിന് ഇച്ചിരി കാശ് കൂടുതലായിരുന്നു. അപ്പം ഞാൻ കണ്ട സ്ഥലം നല്ല സ്ഥലമായിരുന്നു. അവിടെ ചെന്ന ഉടനെ ഞാൻ അവിടെ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലം തന്നെ കിട്ടി. പിന്നെ എന്നും ഞാൻ പോവുമായിരുന്നു, ഉപ്പും ആയിട്ട് പോവുമായിരുന്നു. പിന്നെ കൃപാസനം പ്രാർത്ഥനകൾ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീടിന് വേണ്ടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് നടന്നു. ലോൺ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി. അങ്ങനെ ആ ലോണ് മുഖേന അത് ഞങ്ങൾക്ക് പെര വെക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. പെര വെക്കാൻ ഓരോ പരിപാടിയും നടക്കുമ്പോഴും ഞാൻ ഈ കൃപാസനം ഉപ്പുമായിട്ട് എന്നും പോകുമായിരുന്നു. പോയി 4 മൂലയ്ക്ക് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനം തൈലം കൊണ്ട് അവിടെയെല്ലാം കുരിശ് വരയ്ക്കുമായിരുന്നു. കൃപാസനത്തിലെ പ്രാർത്ഥനകൾ മുഴുവൻ ഞാൻ അവിടെ കൊണ്ടുവച്ച് കേൾക്കുമായിരുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എന്ത് നേരമില്ലെങ്കിലും ഞാൻ എന്നും പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെരയെ അനുവദിച്ചു. പെര നന്നായിട്ട് പണിയാൻ പറ്റി. ഇപ്പോൾ ആര് കണ്ടാലും ഇതെങ്ങനെ കിട്ടി ഈ സ്ഥലം, ഈ പെര എങ്ങനെ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റി? പുള്ളിക്കാരനൊരു ശകലം മേലാഴി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ പെര അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു സാറ് SI ആയിരുന്നു. ആ സാറ് മുഖേന ഞങ്ങൾക്ക് പെര പണിത് തന്നു. ഞങ്ങൾക്കൊരു റിസ്ക്കും ഇല്ലായിരുന്നു. പുള്ളി വന്ന് ഞങ്ങൾ കാശ് എല്ലാം റെഡിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. പുള്ളി വന്ന് സഹായിച്ച് എല്ലാം പണിയിപ്പിച്ച് തന്നു. അങ്ങനെ നല്ലൊരു ഭവനം കിട്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം സാക്ഷ്യം പറയാൻ വന്നപ്പം ഇവിടുന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പെര പണിത് താക്കോലുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താക്കോലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ കയറി താമസിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. നവംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ കയറി താമസിച്ചത്. ഇത്രയും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം എല്ലാവരോടും പറയും. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പൊതിച്ചോറുകൾ ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി ഈ മെഡിക്കൽ കോളേജിലുള്ളവർക്കും പിന്നെ ആശ്രമത്തിലുള്ളവർക്കും എല്ലാം കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ ഉള്ളവരെ എല്ലാം കാണാൻ പോകുമായിരുന്നു. രോഗികളെ കാണാൻ പോകുമായിരുന്നു. പിന്നെ
അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത്രയും ഞങ്ങൾക്ക് സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇനിയും ഞങ്ങൾ ഇതുപോലെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇനി എന്നും ഈശോയുടെയും അമ്മയുടെയും സാക്ഷികളായി ജീവിച്ചു കൊള്ളാമെന്നും ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചു കൊള്ളാമെന്നും. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റസിൽ സ്റ്റാൻലി. ഞാൻ സെൻറ്റ് തോമസ് മോർ പള്ളുരുത്തി ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 1-ാം തീയതിയാണ്. എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗമായി വെച്ചത് എൻ്റെ ജോലിയായിരുന്നു. എൻ്റെ ജോലി ഞാൻ 2007 PSC ലിസ്റ്റിൽ വന്ന ആളാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്കിപ്പോൾ 42 വയസ്സായി. 2007 എൻ്റെ PSC ലിസ്റ്റിൽ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് പേരുണ്ടായിരുന്നു. അന്ന് ജീവിതത്തിൻ്റെ പല പല പ്രശ്നങ്ങൾ കൊണ്ടും 2009 എനിക്കത് അപ്പോയിൻമെൻ്റായിട്ട് വന്നത്. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതിനാൽ എനിക്ക് ആ ജോലി എടുക്കാൻ സാധിച്ചില്ല. ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തില്ല. അതിൻ്റെ ഫലമായി അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ എനിക്ക് മക്കളെ നോക്കുന്നതിനുള്ള സാഹചര്യവും ജീവിത പ്രശ്നങ്ങളും കാരണം എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വളരെ വർഷം കഴിഞ്ഞായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് പോസ്റ്റ് PSC എടുക്കുകയും അതിനുശേഷം ഞാൻ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചെങ്കിലും കുട്ടികളപ്പോൾ 3 പേരായിരുന്നു. മൂത്തയാൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടികൾ ട്വിൻസാണ്. അപ്പോൾ അവരെ നോക്കാനുള്ള 3 പേരെ നോക്കാനുള്ള ബുദ്ധിമുട്ടിനാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. മാതാപിതാക്കളെ നോക്കുന്നതിനും കുട്ടികളെ നോക്കുന്നതിനുള്ള എല്ലാ ചുമതലകളും ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്കാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് വലിയൊരു ബെഡ് സോർ വന്നായിരുന്നു. അമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു പോയ ആളായിരുന്നു. ആ സമയത്ത് ഞാൻ നേഴ്സായിരുന്നിട്ട് പോലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു നേഴ്സായിരുന്നിട്ട് പോലും എനിക്ക് ആ വൂണ്ടൊന്ന് ഹീൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് മാത്രമാണത് ഹീലായി പോയത്. ഞാൻ നിരന്തരം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചത് ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ജോലിയുടെ എല്ലാ സാധ്യതകളും അവസാനിച്ച സ്ഥലത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എഴുതി വന്നപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ, മാതാവ് എന്തായാലും നടത്തി തരുമെന്ന്. അപ്പോൾ എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എഴുതി വെച്ചു, അമ്മേ എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചു തരണമേ എന്ന്. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രൈവറ്റായ പാലിയേറ്റീവ് കെയറിൽ ജോലി ലഭിച്ചു. എനിക്ക് അത് ഒരു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനും അനേകം രോഗികളെ കാണാനും ഈശോയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനും ഉള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചിരുന്നു. കൂടുതൽ ഹിന്ദുക്കളിലേക്കും മറ്റ് അന്യമതസ്ഥരിലേക്കുമാണ് ഞാൻ കൂടുതൽ സുവിശേഷം എത്തിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികൾ പലപ്പോഴും ഇതിനെ തിരസ്കരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം നന്നായി ഈശോയിലേക്ക് കൂടുതൽ അടുത്ത് വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഓരോരുത്തരിലേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും കൃപാസനം പത്രം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അനേകം പേർക്ക് രോഗസൗഖ്യം ലഭിച്ചിരുന്നു. അത് ഓരോരുത്തരും ഇവിടെ ഉടമ്പടി എടുക്കാൻ സന്നദ്ധരായി വന്നിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്ന ഒരു ഗവൺമെൻറ് പാലിയേറ്റീവ് കെയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് പുരട്ടി പ്രാർത്ഥിക്കുകയും ഞാൻ വിശുദ്ധ ഉപ്പ് ആ ഹോളിൽ വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഡിസ്റ്റിങ്ഷനോടെ എനിക്ക് പാസ്സാവാൻ അമ്മ മാതാവ് സഹായിച്ചു. നിങ്ങൾ എന്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചാലും അമ്മ അത് മറന്നു പോകില്ല. അമ്മ നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ച് അത് അവസാനം വരെ നമുക്ക് നേടിത്തരും. നമ്മൾ ഒരു ദിവസം അത് തിരിച്ചറിയും, ദൈവം നമ്മുടെ കൂടെ ആയിരുന്നു എന്ന്. നമ്മളെത്ര ബുദ്ധിമുട്ടിയായാലും അതിനെല്ലാം ദൈവം അവസാനം നമുക്ക് അതിന് നല്ല ഉത്തരം തരും. അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതിനുശേഷം എനിക്കൊരു
ഗവൺമെൻറ്റിൽ തന്നെ ലീവ് വേക്കൻസിയിൽ ഒരു 6 മാസത്തെ ജോലി ലഭിച്ചു. അത് വലിയൊരു അത്ഭുതം നേരം. വളരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നത്. എന്നിട്ട് പോലും അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർവ്യൂവിന്. ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കൊരു അടയാളം തന്നെ, ഈ ജോലി കിട്ടാനായിട്ടുള്ള അടയാളം തന്നെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു കൃപാസനം പത്രം പറന്നു വരികയാണ്. ഞാൻ നോക്കുമ്പോൾ താഴത്തെ ആരോട് ഉപേക്ഷിച്ച് കളഞ്ഞു. ഞാൻ വേഗം എടുത്ത് മടക്കി എൻ്റെ ബാഗിലിട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ മനുഷ്യർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഞാൻ ഓരോ വചനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ ഓരോ മനുഷ്യരുടെയും മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെന്ന് കൃപാസനം പത്രം കൊടുത്തിരുന്നത്. ഞാനത് ഓരോ നിമിഷവും ഞാനത് ഓരോരുത്തരോടും പ്രാർത്ഥിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അനേകം പേർക്ക്, അനേകം ഹിന്ദുക്കളായ ആളുകളായിരുന്നു. അവർക്കെല്ലാം രോഗസൗഖ്യവും കൂടുതൽ പേരും വിശ്വാസത്തിലേക്കും ഉടമ്പടി എടുക്കാനും അതിലൂടെ സഹായിച്ചു. അനേകം ഓട്ടിസമുള്ള കുട്ടികളെ ഞാൻ സന്ദർശിച്ചു. അവർക്ക് വിശുദ്ധ തൈലം കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ ഫിക്സുകളെല്ലാം അതിൻ്റെ എപ്പിസോഡ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ അമ്മമാർ വിളിച്ചു പറയാൻ തുടങ്ങി, സിസ്റ്റർ പുരട്ടി പ്രാർത്ഥിച്ച തൈലം കൊണ്ട് അവർക്ക് രോഗസൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, സിസ്റ്റർ ഇനിയും വരണമെന്നവർ പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. 6 മാസത്തിന് ശേഷം അവിടുത്തെ ജോലി എനിക്ക് അവസാനിച്ചു. അതിനിടയ്ക്ക് ഒരു സംഭവമുണ്ടായി. കാരണം എനിക്ക് സാലറി കുറവായിരുന്നു അവിടെ. അപ്പോൾ ഞാനവിടെ ക്ലാർക്കിനോട് പറഞ്ഞെങ്കിലും ക്ലാർക്ക് കുറേ നിയമത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് എനിക്ക് സാലറി കുറവായിരുന്നു. അപ്പോഴേക്കും ഞാനവിടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പിറ്റേ മാസം മുതൽ ആ സെയിം ക്ലർക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് സാലറി കൂട്ടിയ കാര്യം പറഞ്ഞു. അത് എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഈ ഉടമ്പടിയിൽ വലിയൊരു വിശ്വാസം വരാൻ കാരണമായി. അവർ ചോദിച്ചു, സിസ്റ്റർ ഇതെങ്ങനെയാണ് സിസ്റ്റർ സാധിച്ചെടുത്തത്? ഞങ്ങൾക്ക് പോലും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നീശോ എനിക്കിതിലെല്ലാം നേടിത്തന്നതാണ്. ഞാൻ ഓരോ വചനങ്ങളും ചൊല്ലി എപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്ന വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആയുഷ്കാലം അത്രയും ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും എന്നുള്ള വചനമാണ് എപ്പോഴും എനിക്ക് ഈശോ തന്നുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും നടക്കുന്ന വഴിയായാലും ബസ്സിലിരിക്കുമ്പോഴായാലും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഞാനിവിടെ ഒരു ഉടമ്പടി ധ്യാനം പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടു. അച്ഛൻ ദർശനത്തിൽ പറയുകയാണ്, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അന്നൊരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പോൾ പറഞ്ഞ്, ഇനിയിപ്പോൾ നിങ്ങളെന്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും ഡിസംബറിന് മുമ്പ് നവംബർ കഴിഞ്ഞ് പോവില്ല, ആ സമയത്ത് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചു. എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയത് നവംബർ മാസം 10-ാം തീയതിയായിരുന്നു. അമ്മ മാതാവ്, നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു ദിവസം അത് വെളിപ്പെടും. അതുപോലെ തന്നെ ഞാൻ 2 മാസം ജോലിയില്ലാണ്ട് വീട്ടിലിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും മാതാവേ എന്നോർത്ത്. ആ സമയത്താണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ മാസം, മാതാവിൻ്റെ മാസം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ 31-ാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് 30-ാം തീയതി വൈകുന്നേരം വരെ ഒന്നും സംഭവിച്ചില്ല. 30-ാം തീയതി വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ, അതുവരെ ഞാൻ അറിയാത്തൊരു സിസ്റ്റർ എന്നെ വിളിച്ച് പറയുന്നു, നാളെ ഇൻ്റർവ്യൂവിന് വരണം, നാളെ കോർപ്പറേഷൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായി. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ എനിക്ക് ജോലി സ്ഥിരമായി ലഭിച്ചു. നവംബർ 10-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് ജോലി ലഭിച്ച സാക്ഷ്യം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി എൻ്റെ വീട്, ഞങ്ങൾ വാഗമണിൽ 7 വർഷം മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു ഹോം സ്റ്റേ പണിയാനായിട്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായ വളരെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കിത് എങ്ങനെ പൂർത്തിയാക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അറിയാത്തൊരു സാഹചര്യമായിരുന്നു. ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്ത് തീർക്കണമെന്നറിയാണ്ട് ഞങ്ങൾ വിഷമിച്ചു. സാമ്പത്തികമായ പ്രയാസങ്ങളുമെല്ലാം ഞങ്ങൾ ഓരോ നിമിഷവും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വിശ്വാസ പ്രമാണം ചൊല്ലി ഭൂമിക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കവിടെ പണി തുടങ്ങാനും, ഞങ്ങൾ ചെറിയൊരു പ്ലാനായിരുന്നെങ്കിലും വലിയൊരു പ്ലാനിലൂടെയാണ് മാതാവ് അത് തീർത്തത്. അത് എങ്ങനെ നടത്തുന്ന, ഞങ്ങൾക്ക് ഇവിടുന്ന് 5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഓരോ പ്രാവശ്യവും തിരിച്ചു പോയിട്ട് 5 മണിക്കൂർ അങ്ങോട്ടും 5 മണിക്കൂർ ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തിട്ട് പോലും
അദ്ദേഹത്തിന് വളരെ മൈഗ്രെയിനുള്ള ആളായിരുന്നു. പക്ഷെ അമ്മ മാതാവ് അത് സുഖപ്പെടുത്തി. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഇതെല്ലാം നടത്തി തന്ന ദൈവമാതാവിനും ഈശോ അപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾ ഏപ്രിൽ 27-ാം തീയതി വീട് ബ്ലെസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ നമ്പറിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. അമ്മ ഇതും സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ നടത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി. ഇന്നലെ എനിക്കൊരു അനുഭവമുണ്ടായി. ഞാൻ വളരെ തലവേദനയോടെ ഭയങ്കര പനിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈശോയ്ക്ക് ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ അപ്പോൾ തന്നെ പള്ളിയിലേക്ക് പോയി. എനിക്ക് വളരെ ചുമയായിരുന്നു. ഞാൻ എന്നിട്ട് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സാക്ഷ്യം എഴുതണം, ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നു. ഞാനത് ആ ഇരുന്നിരിപ്പിൽ, ആ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അത്രയും ചുമയുള്ള സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് സാക്ഷ്യം എഴുതി. 4 പേജ് സാക്ഷ്യം എഴുതി. ആ സമയത്ത് എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായി സുഖപ്പെടുത്തി. എനിക്ക് ആ ചുമ വിട്ടുപോയി. ഇന്ന് എനിക്കൊരു തുള്ളി ചുമയില്ല. ഞാൻ ഇന്നലെ വളരെ കഷ്ടപ്പെട്ടു. നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും വിശ്വാസ പ്രമാണം ചൊല്ലിയും വിശുദ്ധ ഉപ്പും തേനും തൈലവും പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് മുതൽ നമുക്ക് ഏത് അസുഖവും മാറിത്തരുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഓരോ വീടുകൾ സന്ദർശിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു. അനേകം പേരിലേക്ക് ഈശോയെ അറിയിക്കുകയും ഓരോ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ സാലറിക്ക് അനുസരിച്ചുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. ഞങ്ങൾക്കൊരു കൃപാസനം ഗ്രൂപ്പുണ്ട്. അതുവഴി ഞങ്ങൾ ആഴ്ചയിൽ ഓരോ രോഗികൾക്ക് ഉള്ള പൈസ കളക്ട് ചെയ്ത് ഞങ്ങളത് വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു. അവർക്കുള്ള ഓരോ സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു പോരുന്നു. പിന്നെ ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ചോറ് പൊതി വിതരണം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെയും ഈശോയുടെയും പേരിലാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിനും, പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദിവസവും കൊന്തയില്ലാണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല, കണ്ണടക്കാൻ പറ്റില്ല. അതുപോലത്തെ ബുദ്ധിമുട്ടാണ്. 2 നേരവും ഞാൻ സായാഹ്ന പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല. ഓരോ ഉടമ്പടി ധ്യാനത്തിലും അച്ഛൻ എനിക്ക് വേണ്ടിയുള്ള മെസ്സേജ് അതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും അതിലുള്ള മെസ്സേജ് ഉണ്ടാവും. ഞാൻ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിലായിരിക്കും അച്ഛൻ ആ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. കോടാനുകൂടി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതിനും മേളിൽ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും. എൻ്റെ പേര് അഞ്ജു, ഇത് എൻ്റെ ഹസ്ബൻഡ് ലിജോ. ഞങ്ങൾ മൂവാറ്റുപുഴ മാറാടിയിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡ് നേരത്തെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ കൂട്ടത്തിൽ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടത്. പിന്നെ ഒരു 3-4 ആഴ്ച ഇവിടെ വന്ന് ആ ചേച്ചി പറഞ്ഞു കൊച്ചു ഉടമ്പടി എടുക്കണോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് പിന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞാണ് ചേട്ടായി തിരിച്ചു പോകുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ട് 10-30 വർഷമായിട്ട് മദ്യപാനവും പുകവലിയും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഞങ്ങളത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുവഴി ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പോൾ മക്കളും ഞാനും ഒക്കെ സന്തോഷമില്ലാതെയുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഒരു ദിവസം 28-ാം തീയതി ഞങ്ങൾ ഹൈറേഞ്ചിന് ഒരു മരണാവശ്യത്തിനായിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്ന വഴിക്ക് എന്നോട് അന്ന് അവിടുന്ന് നന്നായിട്ട് മദ്യവെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വന്ന വഴി എന്നോട് പറഞ്ഞു എനിക്ക് ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ചില്ലറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം തൊട്ട് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യത്തിൽ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു. അപ്പോൾ ചീത്ത പറയാനല്ല, അപ്പോൾ വളരെ എന്തോ പേടിച്ച് പോണേക്കാണ് പുള്ളി പറയണത്. അപ്പോൾ ഞാൻ വേഗം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നു, എനിക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ പെട്ടെന്ന് അങ്ങനെ പറയണം. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മാതാവ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ആകെ വിയർത്ത് കുളിച്ച് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പോൾ മദ്യപിച്ചിട്ട് ഒട്ടും ബോധമില്ലാതെയാണ് ആൾ കിടന്നുറങ്ങിയത്. അപ്പോൾ മാതാവ് വന്ന് എന്നോട് പറഞ്ഞു നീ ഇങ്ങ് പോരെ, നിൻ്റെ ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് രാവിലെ പോകാം. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല.
അപ്പോൾ ഒരു സിഗരറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നും കൂടിയേ ഉള്ളൂ. അമ്മ എന്നോട് പറഞ്ഞു നാളെ തൊട്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോൾ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ ഉപയോഗിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞ് അത് ചുരുട്ടി കൂട്ടിങ്ങ് മാറ്റിയിട്ടു. സാധാരണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് തപ്പി എടുത്തുകൊണ്ട് പോയി അത് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓർത്താൽ മദ്യപിച്ചിട്ട് കിടന്നതിൻ്റെ ഇതിലായിരിക്കും എന്ന് ഓർത്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതെടുക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി തമാശയല്ലല്ലോ എന്നോർത്തു. അപ്പോൾ ഒരു 8:30 ആയപ്പോൾ എന്നോട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പള്ളി പോകണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഉടമ്പടി എടുക്കണ്ട, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ പാലിക്കണം. ചേട്ടാ ഒരു ഹിന്ദു ആണ്. അപ്പോൾ ചേട്ടയുടെ ഇതിലേക്ക് ക്രിസ്ത്യാനിയായിരുന്നു ഞാനപ്പോൾ ചേട്ടയുടെ ഇതിലേക്ക് വന്ന് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ദുരിതം വലിച്ചു വെക്കുന്ന പോലെ ആയിപ്പോവും, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇന്നിപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. 3 മാസമായി. ഇതുവരെ മദ്യപാനം ഇല്ല, പുറത്തേക്ക് പോക്കില്ല, പിന്നെ വലിക്കണമില്ല, ഒന്നുമില്ല. എല്ലാത്തിൽ നിന്നും മാതാവ് മുക്തമാക്കി തന്നു ഞങ്ങളെ. അതിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനും മക്കളും അതുപോലെ സന്തോഷിച്ചപ്പോൾ 30 വർഷമായിട്ട് 30 വർഷം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തുടങ്ങിയെന്ന് ഹസ്ബൻഡ് പറയും. എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് അമ്മയും അപ്പനും ഇല്ല. അപ്പോൾ ഞാൻ കൂട്ടുകാരുടെ കൂടി ഇങ്ങനെ പുറം ഒക്കെ നടന്ന് ഒക്കെ ഭയങ്കര മദ്യപാനം ഇതൊക്കെയായിരുന്നു. എങ്ങനെയാണെന്ന് മാതാവിനോടും ഈശോയോടും നന്ദി പറയണത് എനിക്കറിയാൻ വേണ്ട. എല്ലാം എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. ഞാൻ മാതാവിനോട് ഈശോയോട് കോടി നന്ദി ഞാൻ പറയുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയതാണ് 12 വയസ്സുള്ള. അപ്പോൾ 12 വയസ്സിൽ തുടങ്ങിയ മദ്യപാനവും പുകവലിയാണ് മാതാവ് ഒറ്റ രാത്രിയും കൊണ്ട് മാറ്റി തന്നത്. അപ്പോൾ എല്ലാവർക്കും സാധിക്കും. അമ്മേനെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ അമ്മ നമ്മളെ കൈവിടുകയില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് സന്തോഷവും സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിയണത്. എൻ്റെ മക്കളും ഞാനും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കണം. അതുപോലെ എനിക്ക് 10-15 വർഷമായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ ആ തലവേദന ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി 1-1.5 മാസത്തോളം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തണുപ്പടിക്കാൻ മേല, വെയിൽ കൊള്ളാൻ പാടില്ല, അപ്പോൾ ഒക്കെ തലവേദന വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് നെറ്റിയിൽ തൈലം പുരട്ടി തന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിക്സ് തേച്ച പോലെ പുകയുണ്ടെന്ന് പറഞ്ഞു എൻ്റെ നെറ്റി. പിന്നെ ഇതുവരെ ഇപ്പോൾ 2 മാസത്തോളമായി എനിക്ക് ഇതുവരെ തലവേദന, വെയിലടിച്ചാലും തണുപ്പടിച്ചാലും കാറ്റ് കൊണ്ടാലും ഒന്നും എനിക്ക് ഇതുവരെ ഒരു വിഷയമില്ല. അങ്ങനെ ഞങ്ങളുടെ 2 പേരെ ഇത് മാറ്റിത്തന്നു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഇന്നത്തെ ഉടമ്പടിയുടെ ഇത് തന്നെ ഞങ്ങൾക്ക് മരണം വരെ ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകണമെന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാറി നിൽക്കുക. അതുപോലെ നന്നായിട്ട് ജപമാലയും ചൊല്ലി പ്രാർത്ഥനയൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാനോ ഒരു സമയം തെറ്റാൻ പോലും എന്നെ സമ്മതിക്കുകയല്ല. എല്ലാം ഇതും ചെയ്തു തരും. ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും തന്നെ ഞങ്ങൾ മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് ഞങ്ങൾ മിക്കപ്പോഴും തന്നെ വരും. ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും തന്നെ അമ്മയുടെ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറ്. അപ്പം നമ്മളെ കളിയാക്കുവാണോ അങ്ങനെ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. എപ്പോഴും ഞങ്ങൾ അമ്മയുടെ മഹത്വത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ ഞങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. ആത്മീയമായിട്ട് കുടുംബത്തിൽ ഞങ്ങളിപ്പോൾ രാവിലെയും വൈകുന്നേരവും എന്നും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. എൻ്റെ മക്കളും വന്നിരിക്കും. മക്കൾക്കാണെങ്കിലും അടുത്ത വീട്ടിൽ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, ആ ചേച്ചിയും വരും. ആ ചേച്ചിക്ക് എപ്പോഴും അത്ഭുതമാണ്. ചേട്ടാ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ചേട്ടയുടെയൊക്കെ മാറ്റങ്ങൾ എന്നെ കഴിഞ്ഞ് ഉപരി ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ അവർ പറയും എത്രത്തോളം അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചേക്കണേന്ന് എപ്പോഴും. ആ ചേച്ചി എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ആ ചേച്ചിക്ക് ഉടമ്പടി എടുക്കാനും സാക്ഷ്യം പറയാനുമുള്ള ഇത് മാതാവ് കൊടുക്കും. എല്ലാത്തിനും ഒരുപാട് നന്ദി.